ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും മെക്ടേക്കിന്റെ പുതിയൊരു വീഡിയോ. ഞാൻ കൃഷ്ണ. അപ്പോൾ ഞാനിന്ന് മേയ്ക്കാൻ പോകുന്ന ഒരു ഫിഷ് ടാങ്ക് കണ്ടു. ഇതിനു മുമ്പ് നമ്മൾ അടുത്തായിട്ട് ഒരു ഫിഷ് ടാങ്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ 16 പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു അന്ന് അത് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ ഇന്നും പ്ലാസ്റ്റിക് ബോട്ടിലല്ല, അതിന് വരെ ഗ്ലാസ് ബോട്ടിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ ഫിഷ് ടാങ്ക് വെർട്ടിക്കലായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലും അതുപോലെ ഹൊറിസോണ്ടലായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അതങ്ങ് മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ മേക്ക് ചെയ്യാൻ നോക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കനൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് അക്വേറിയം മേയ്ക്കാനായിട്ട് ഇതുപോലത്തെ 2 അടിപൊളി ഗ്ലാസ് ബോട്ടിലാണോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ അടുത്തുള്ള ബോട്ടിൽ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ അത് നേരെ അങ്ങ് എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ബോട്ടിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിനായിട്ട് ആദ്യം ഇതുപോലെ ഒരു ടേപ്പ് എടുത്തിട്ട് നമുക്ക് എവിടെയാണോ ആ ബോട്ടിൽ കട്ട് ചെയ്യേണ്ടത് അത് ഇതുപോലെ ഒട്ടിച്ചങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ഞാനത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് ഞാൻ നേരെ ഇതുപോലെ ഗ്ലാസ് കട്ടർ എടുത്തിട്ട് നമുക്ക് ആ ടേപ്പിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ നേരെ തന്നെ അങ്ങ് വരച്ച് കൊടുത്തേക്കുക. അപ്പോൾ ഒരു സൈഡിലേക്ക് ചെറിയ വളയൊന്നും ചെയ്യില്ല കേട്ടോ. വളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യുമ്പോൾ വേറെ സൈഡിലേക്ക് അതിൻ്റെ കട്ടിങ് മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാനതങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ടേപ്പ് അതിൽ നിന്നും ഇതുപോലെ അങ്ങ് പറിച്ചെടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പരിപാടി ഇത് കട്ട് ചെയ്യലാണ്ടോ. അപ്പോൾ ഞാനിവിടെ സോൾഡർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ സോൾഡർ കണക്ട് ചെയ്തിട്ട് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ നമ്മൾ ആ വരച്ച ലൈനിൽ ആ ലൈനിൻ്റെ മേലെ ഇതുപോലെ നമുക്ക് ഈ സോൾഡർ വെച്ചിട്ട് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ ഓവർ ചൂടാക്കേണ്ട, ഒരു മീഡിയം ചൂടാക്കിയ ശേഷം നമുക്കിതുപോലെ ആ ലൈനിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ ചിന്നൽ വരും. അപ്പോൾ ഒരു ചിന്നൽ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ്, നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് ചൂടാക്കി വേഗം അതങ്ങ് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിത് മൊത്തമായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഞാനപ്പോൾ ഏകദേശം ഇതിൻ്റെ 3 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു സൈഡ് മാത്രമേ കട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ അതും കൂടി നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. നമുക്കിതിൻ്റെ മേലെ നൂല് ചുറ്റിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊളുത്തിയിട്ട് നേരെ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബോട്ടിൽമേ കരി പിടിച്ചിരിക്കും. അത് നമ്മുടെ അക്വേറിയം കാണാൻ തീരെ വൃത്തി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടില്ലേ? സംഭവം ഒന്ന് പൊട്ടിയതാണ്ടോ. വേറെ സൈഡിലേക്ക് കട്ടിങ് ഒന്നും മാറിയിട്ടില്ല. കൃത്യമായ ലൈനിൽ തന്നെയാണ് സംഭവം കട്ട് ചെയ്തുള്ളത്. അവസാനം നമുക്കിവിടെ ഒരു ചെറിയ പൊട്ടലും കൂടി മതി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. അപ്പം ഞാനതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അവസാനം അതും പൊട്ടിയിട്ട് ഇനി നമുക്ക് നേരെ ബോട്ടിൽ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ 2 പീസായി കിട്ടും. ഓക്കെ, നമ്മളപ്പോൾ ഈ ബോട്ടിൽ കട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ചില്ലിൻ്റെ തിക്നെസ് കണ്ടില്ലേ? ഒരു സൈഡിൽ നല്ല തിക്നെസ്സും അതുപോലെ വേറെ സൈഡിൽ തിക്നെസ് കുറവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു അരമണിക്കൂർ സമയം എടുത്തിട്ടാണ് ഈ ഒരു ബോട്ടിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ബോട്ടിലും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലും കൂടി കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല. ഇതും കൂടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് ഒന്നും കൂടി കൂടും. ഓക്കെ, ഞാൻ അങ്ങനെ 2 ബോട്ടിലും കട്ട് ചെയ്തെടുത്ത് സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവ 2 ഇതുപോലെ ആയിട്ട് അക്വേറിയമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ഇവ 2ഉം ഇതുപോലെയല്ല സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് 2ഉം ഇതുപോലെ കൂട്ടിച്ചേർത്തിട്ട് നീളനെയാണ് നമ്മൾ ഈ അക്വേറിയം മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത്, ഇത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് മീനിടാനുള്ള ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൻ്റെ ഈ അറ്റത്തായിട്ടാണ് കേട്ടോ ഹോൾ ഇടുന്നത്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിനായി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ടേപ്പ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ഷേപ്പ് എങ്ങനെയാണോ അത് അതുമേൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തേക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ അത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഗ്ലാസ് കട്ടർ എടുത്ത് അതും ഇതുപോലെ അങ്ങ് വരച്ചു കൊടുത്തേക്കാം. അങ്ങനെ ഞാനത് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സോൾഡർ ചൂടാക്കിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വളരെ ടൈം എടുത്ത് തന്നെ ഇത് കട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ഞാൻ ഇതുപോലെ അടിയിൽ നിന്ന് ഗ്ലാസ് കട്ടർ യൂസ് ചെയ്ത് ചെറുതായിട്ട് തട്ടി ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം.
അപ്പോൾ നമുക്കിത് പണി കിട്ടിയെന്നാണ് തോന്നുന്നത്. നമ്മളെ ചൂടാക്കിയ ഭാഗം ഉണ്ടല്ലോ, അതിൽ ചിന്നൽ വന്നത് വേറെ സൈഡിലേക്കായി പോയി. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വളരെ സിമ്പിളാവുന്നതാണ് ആദ്യം വെച്ചത്. പക്ഷേ നിങ്ങളിപ്പോൾ ഇതിനേക്കാൾ ഏറ്റവും നല്ലത് നമുക്കിത് കട്ട് ചെയ്യാനുള്ള ബിറ്റ് ലഭിക്കും. ആ ബിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഡ്രില്ല് ചെയ്ത് ഹോൾ ഇട്ടാലും മതി. അപ്പോൾ നമ്മൾ ആദ്യം അത് ചെയ്താൽ മതിയായിരുന്നു. ഇനി എന്തായാലും സംഭവം പണി പാളി. ഇനി നമുക്കിത് എങ്ങനെയെങ്കിലും കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അവസാനം ഞാൻ അങ്ങനെ ഇപ്പോൾ വരച്ച ഷേപ്പിൻ്റെ ഏകദേശം ആ ഷേപ്പിൽ തന്നെ നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പുറത്തേക്ക് എടുക്കണം ചില്ല്. പക്ഷെ നമ്മളിപ്പോൾ അത് കട്ടിങ് ഒക്കെ ഫിനിഷ് ആയതായിരുന്നു. പക്ഷേ ചില്ല് എന്തുകൊണ്ടോ പുറത്തേക്ക് വരാണ്ടിരിക്കാൻ ഞാൻ ഉള്ളിലേക്കും തട്ടി നോക്കി, അതുപോലെ പുറത്തേക്കും തട്ടി നോക്കി. നല്ല ടൈറ്റിലാണ് ചില്ല് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചില്ലിനെ ഒന്നും കൂടി പകുതി കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതുപോലെ അതൊന്ന് വരച്ചു കൊടുത്തിട്ട് അടിയിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്ത് അതിനെ രണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അങ്ങനെ അത് നമ്മൾ തട്ടി പുറത്തേക്ക് എടുക്കാൻ നോക്കുന്നുണ്ട്. പണി പാളി. അങ്ങനെ തട്ടി ബാക്കിലത്തെ ഭാഗം പൊട്ടി വീണു കേട്ടോ. പിന്നെ നമ്മുടെ കൈയും പൊട്ടി. കൈ പൊട്ടാൻ കാരണം നമ്മളിപ്പോൾ റെക്റ്റാങ്കിൾ കട്ട് ചെയ്തെടുത്തില്ലേ, ആ കട്ട് ചെയ്ത് നമ്മൾ ഉള്ളിൽ നിന്ന് ചില്ലെടുക്കാൻ നോക്കിയപ്പോൾ കൈ പൊളിഞ്ഞതാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ചില്ലൊക്കെ കട്ട് ചെയ്യുമ്പോൾ വളരെ സേഫായിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. നമ്മൾ സേഫ്റ്റി ആദ്യം നോക്കണം. കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിത് ബ്ലീഡിങ് താൽക്കാലികമായിട്ട് നിൽക്കാൻ വേണ്ടി ഞാനിവിടെ ടാപ്പ് ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് കൈമ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ല, ഒന്ന് സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഞാൻ നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ആകപ്പാടെ 2 പൊട്ടിയിലെ നമ്മുടെ കയ്യിലുണ്ടാകുന്നുള്ളൂ. പക്ഷെ ഭാഗ്യത്തിന് സിംഗിൾ പൊട്ടൽ സംഭവം പൊട്ടിയുള്ളൂ. ഇതിനേക്കാൾ കൂടെ 2 or 3 പൊട്ടൽ പൊട്ടി കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിക്കാൻ കുറച്ച് പാടായാണ്. ഇനി നമുക്കിത് ഇതുപോലെ വെച്ച് തന്നെ സംഭവം ഒട്ടിക്കാട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ചില്ലിൻ്റെ തരിയും കാര്യങ്ങൾ ഇവിടെ നിന്ന് അടിച്ചു മാറ്റാൻ നമ്മൾ റൂമിൽ വെച്ചിട്ടാണ് ഇതിപ്പോൾ കട്ട് ചെയ്തുള്ളത്. അതുകൊണ്ട് എനിക്ക് വീണ്ടും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാനിത് അങ്ങ് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഒട്ടിക്കലിലേക്ക് നടക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ പൊട്ടിപ്പോയ 2 ചില്ല് ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സിലിക്കോൺ ഗ്ലൂ ആണ് കേട്ടോ. സിലിക്കോൺ നമ്മൾ നോർമലി ചില്ല് ഫിഷ് ടാങ്കൊക്കെ ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്ലൂ തന്നെയാണ്. അത് നേരെ പൊട്ടിയ ഭാഗത്ത് ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്തേക്കാം. ഓക്കെ, ഇതങ്ങനെ നന്നായിട്ട് ഗ്ലൂ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ പൊട്ടിയ ചില്ല് ഇതിൻ്റെ മേലെ ഇതുപോലെ വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ സൈഡിലത്തെ നമ്മൾ ഗ്ലൂ ഒക്കെ ഉണ്ടല്ലോ, ഇതുപോലെ അതിൻ്റെ ചുറ്റായിട്ട് അങ്ങൊന്ന് സ്പ്രെഡാക്കി കൊടുത്തേക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്പ്രെഡാക്കിയ ഭാഗം ഉണ്ടല്ലോ, അവിടുത്തെ പശ നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പശ ആക്കിയ പോലെ തോന്നിക്കുകയില്ല. അവിടുത്തെ ചിന്നൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഞാനങ്ങനെ അത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ 2 ബോട്ടിലും ഇതുപോലെ വെച്ച് ഒട്ടിക്കാം. അവ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് നേരെ ഇതിലേക്ക് ഗ്ലൂ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ആ കുപ്പി ഇതിൻ്റെ മേലെ ഒരേപോലെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പശ മൊത്തമായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചേക്കാം. ഇനി നമുക്ക് നേരെ ഇതൊരു 6 മണിക്കൂർ അങ്ങ് ഉണങ്ങാൻ മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ അക്വേറിയം ഉണങ്ങി അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ സിലിക്കോൺ കൊണ്ട് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിച്ചതായിട്ട് അവിടെ ഫീൽ ചെയ്യിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അക്വേറിയം കാണാൻ അടിപൊളി ലുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷ് ടാങ്കിനെ ഇതുപോലെ ഹൊറിസോണ്ടലായിട്ട് വെക്കാൻ പറ്റും. അതുമല്ലെങ്കിൽ നമുക്കിതിനെ നേരെ ഇതുപോലെ വെർട്ടിക്കലായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ ഫിഷ് ടാങ്കിനെ ഈ 2 രീതിയിലല്ല കേട്ടോ വെക്കുന്നത്. ഇതിനൊരു സ്ലോപ്പായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സ്റ്റാൻഡ് മേയ്ക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്റ്റാൻഡ് മേയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു വുഡ് പീസാണ് ആവശ്യമുള്ളത്. ഇതിൻ്റെ അടിഭാഗം പരന്നിട്ടാണ്, പിന്നെ അതിൻ്റെ മേൽഭാഗം ഇതുപോലെ കുറച്ച് കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹോൾ ഇട്ടുള്ളത് ഇതിലേക്കൊരു പുളിക്കൊമ്പ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പുളിക്കൊമ്പ് എടുത്ത് അതിൻ്റെ ബാക്കൊക്കെ ഇതുപോലെ ചെത്തി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുമേൽ ഇതുപോലെ കുറച്ച് ചില്ലും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ചില്ലയുടെ വിടവിലേക്കാണ് നമ്മൾ ആ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിത് ഉറപ്പിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കൃത്യം ആ ഹോളിലേക്ക് ഈ പുളിക്കൊമ്പ് വെച്ച് നമുക്കിതുപോലെ ചുറ്റിയ കൊണ്ട് അടിച്ച് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റാൻഡും മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിലേക്ക് എങ്ങനെ അക്വേറിയം സെറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. അതിനായിട്ട് നേരെ നമുക്ക് അക്വേറിയം എടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ വെച്ച പുളിക്കൊമ്പിൻ്റെ ചില്ലയില്ലേ, ആ ചില്ലയുടെ വിടവിലേക്ക് ഇതുപോലെ അക്വേറിയം വെച്ചിട്ട്
നമ്മൾ ആ വെച്ച ബേസിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഫിഷ് ടാങ്ക് കൃത്യം ഇരിക്കെ ഒരു ചെറിയ വെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെട്ടിട്ട് കൃത്യം അത് അവിടെ അങ്ങ് ഇരുന്നോളും. ഓക്കെ, നമ്മുടെ അങ്ങനെ ഫിഷ് ടാങ്കിന് എല്ലാ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചങ്ങ് മീനിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ മേക്ക് ചെയ്ത ബേസ് ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റാൻഡിൻ്റെ ബേസ്, ആ ബേസിന്മേൽ നമുക്കൊരു ലൈറ്റും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ടാങ്ക് കാണാൻ വേറെ ലെവലായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അവസാനം നമ്മൾ മേക്ക് ചെയ്ത ഫിഷ് ടാങ്ക് ഒരു സീനില്ലാതെ സംഭവം കിട്ടി. ഇടയിൽ വെച്ച് ചില്ല് പൊട്ടിയപ്പോഴും കൈയൊക്കെ ചോരൊക്കെ വന്ന ആകെ സീനായതായിരുന്നു. പക്ഷെ അവസാനം നമ്മൾ അത് ഒട്ടിച്ച് സംഭവം ശരിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് മേക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൽ ഏറ്റവും പണി വരുന്നത് ഈ ചില്ല് കട്ടിങ്ങിൻ്റെയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തുള്ള ബോട്ടിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ചില്ലിൻ്റെ തിക്നെസ് ആറ്റിങ് ഒരു സൈഡ് കൂടുതലാണെങ്കിൽ ഒരു സൈഡ് കുറവ്. അതാണ് നമുക്കിപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ ഏറ്റവും പണി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ബിയർ ബോട്ടിലൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുമല്ല, നമ്മളിപ്പോൾ ഇവിടെ 2 ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫിഷ് ടാങ്ക് മേക്ക് ചെയ്തുള്ളത്. അപ്പോൾ ഇതിന് പകരം ഒരു 4-5 ബോട്ടിലൊക്കെ വെച്ചുകൊണ്ട് വളരെ ലെങ്ത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കാണാൻ നല്ല ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി കാണാം. അതുവരെ എല്ലാവരും ബൈ.